തിരൂരങ്ങാടി നിയോജകമണ്ഡലത്തിലെ ഇത്തവണത്തെ സ്ഥാനാർത്ഥിയെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച സമയത്ത് നെറ്റിചുളിച്ച ചിലരുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം അറിയാത്തവരാണ് അങ്ങനെ നെറ്റിച്ചുളിച്ചത് എന്നുള്ളതാണ് രാഷ്ട്രീയ പാരമ്പര്യം അറിയുന്നവർക്ക് വ്യക്തമാവുന്ന കാര്യം. ഫറൂഖ് കോളേജ് യൂണിയൻ ചെയർമാനായി MSFലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള PMA സമീറാണ് ഇവിടെ തിരൂരങ്ങാടിയിലെ UDF സ്ഥാനാർത്ഥി. അദ്ദേഹം തിരൂരങ്ങാടിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പോലെ തന്നെ പ്രൊഫഷണൽ ടച്ചാണ് വോട്ടർമാർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ സജീവമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷകൾ അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ്. സമീർക്ക് ഒരു അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു അല്ലേ? അതെ 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 തിരൂരങ്ങാടിയിലേക്ക് എനിക്കൊരു സസ്പെൻസാണ് ഈ തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥിത്വം. ഒരു സർപ്രൈസ് എൻട്രി. ഞാനിപ്പോൾ കണ്ടു സമീർക്ക് ഈ ഓടുന്ന സമീർക്കെ കാണുന്നു, മൊത്തം വോട്ട് തേടി ഓടുന്നു. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പഴയ ഫറൂഖ് കോളേജിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് മനസ്സ് കൊണ്ടുപോയോ? തെരഞ്ഞെടുപ്പ് ഞങ്ങളൊക്കെ പോലെയുള്ള UDFൻ്റെ പ്രവർത്തകർ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരാണ്. ഈ ബൂത്ത് ലെവലിൽ, പഞ്ചായത്ത് ലെവലിലോ മണ്ഡലത്തിന് ലെവലിലോ ഒക്കെ. ഇവിടെ ഈ തിരൂരങ്ങാടിയിൽ ഞാൻ ലാൻഡ് ചെയ്തത് മുതൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാനല്ല പ്രൊഫഷണൽ, തിരൂരങ്ങാടി മണ്ഡലം UDF കമ്മിറ്റിയും അതിന് കീഴിലുള്ള മുനിസിപ്പൽ പഞ്ചായത്ത് കമ്മിറ്റിയുമാണ് യഥാർത്ഥ പ്രൊഫഷണൽസ്. അവരോടൊപ്പം എത്തണമെങ്കിൽ ഞാൻ ഓടിയേ പറ്റൂ. അതുകൊണ്ട് ഞാനിവിടെ ഈ പറഞ്ഞ ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് കിട്ടുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിനാണ് ഇവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തിലേക്ക് തിരൂരങ്ങാടി മണ്ഡലത്തിലെ UDFനെ ആ രീതിയിലേക്ക് നിയമസഭാ ഇലക്ഷനിൽ വിധി എഴുതും. സമീർക്ക് സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയ ഒരു മുഖമുള്ളത്, നമ്മൾ കോഴിക്കോടുള്ള മാധ്യമപ്രവർത്തകരുടെ മനസ്സിൽ ഉള്ള മുഖം എന്ന് പറയുന്നത് വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി ഫണ്ട് സമാഹരിക്കാൻ തയ്യാറാക്കിയ ആപ്പ്, ഒപ്പം തന്നെ ഹാദിയ ഫണ്ട് സമാഹരണത്തിലുള്ള ആപ്പ്, നമ്മുടെ റഹീമിൻ്റെ ഫണ്ട് സമാഹരണത്തിൻ്റെ ആപ്പ്, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരു തന്ത്രജ്ഞനാണ്. ആളുകളുടെ കൂടെ പ്രവർത്തിച്ചതാണ്. ഞങ്ങളുടെ ഒരു മേഖല എന്നുള്ള നിലക്ക് ഈ ഫൈനാൻസും ടെക്നോളജിയും ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ടെക്നോളജി ഞങ്ങൾ എനേബിൾ ചെയ്യുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് പാർട്ടിയുടെ പ്രവർത്തകർ അതിനോട് ചേർന്ന് നിൽക്കുന്നത്, വളരെ ചെറിയ സമയം കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ ആ കൂട്ടമാണ് യഥാർത്ഥത്തിൽ അവരാണ് ഇതിലെ സ്റ്റാർസ്. അവരാണ് അതൊക്കെ വിജയിപ്പിക്കുന്നത്. അവരെ കൂടെ നിൽക്കാൻ കഴിയുന്ന വളരെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ പറഞ്ഞ എല്ലാ ഒക്കേഷൻസും ഉണ്ടായിട്ടുള്ളത്. അത് സേവ് റഹീം ആപ്പ് ആണെങ്കിലും, മുണ്ടക്കൈ ചൂരൽമലയാണെങ്കിലും, മീൻസ് ഫോർ വയനാട് ആണെങ്കിലും, ഹാദിയ പ്രോജക്റ്റ് ആണെങ്കിലും, QMC ആണെങ്കിലും, അത് പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എനർജിയാണ്, ഹൈലി മോട്ടിവേറ്റഡ്. ഇനി വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ പാർട്ടിയോടുള്ള ഒരു താല്പര്യം കാരണം ഈ പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഉപ്പയുടെ ആ ഒരു പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ചന്ദ്രിക ദിനപത്രമൊക്കെ വിതരണം ചെയ്ത് ഏജൻ്റായി പോയി. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് സ്ഥാനാർത്ഥിയായി ഉള്ളൊരു യാത്രയുണ്ടല്ലോ, ആ യാത്ര എങ്ങനെയാണ്? ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അതത് സമയത്ത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ ചന്ദ്രിക പത്രം വീട്ടിൽ കൊണ്ട് ഇടുന്നതാണെങ്കിൽ, കോളേജിൽ ക്ലാസ് മുറികളിൽ വോട്ട് അഭ്യർത്ഥിച്ച് പോകുന്ന MSFൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, പഞ്ചായത്തിലും നേരത്തെ പറഞ്ഞ മണ്ഡലത്തിലും ഒക്കെ UDFൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഇലക്ഷനിലും, അതുപോലെ തന്നെ ലീഗിൻ്റെ ഏറ്റവും വലിയ ഒരു പോർട്ട്ഫോളിയോ ആണല്ലോ ചാരിറ്റി. ആ ചാരിറ്റിയിലും ലീഗിൻ്റെ ഒരു മുഖമാണ് ചന്ദ്രികയിലൊക്കെ. അതൊക്കെ യഥാർത്ഥത്തിൽ വലിയ അനുഭവമാണ്. അത് പാർട്ടി ഏൽപ്പിക്കുന്നത് വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ബേസ്. അതിൽ നിന്ന് കിട്ടുന്ന ഇതൊരു ഉത്തരവാദിത്തമാണ്. ഈ തിരൂരങ്ങാടി മണ്ഡലത്തിനെ പാർട്ടി ആ രീതിയിലാണ് എന്നെ ഏൽപ്പിച്ചത്. UDFൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ഈ തിരൂരങ്ങാടിയെ പുതിയ കാലത്തിനനുസരിച്ച് മുമ്പേ പിന്നിലേക്ക് നോക്കുമ്പോൾ വലിയ കരുത്താണ്. നെഹാ സാഹിബിൽ നിന്ന് തുടങ്ങിയ ഒരു ലെഗസി ഉണ്ട്. ആ ലെഗസിയുടെ കരുത്തും സയൻസും ടെക്നോളജിയുടെ ക്ലാരിറ്റിയും ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്താൽ തിരൂരങ്ങാടി ശരിക്കും ഒരു സൂപ്പർ തിരൂരങ്ങാടിയാവും. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അവസാനത്തെ ചോദ്യത്തിന് മുൻപ് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ. താങ്കളുടെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ചിലർ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു. അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചോ? എങ്ങനെ? ഇവിടെ ഞാൻ അന്ന് രാത്രി ഇവിടെ ലാൻഡ് ചെയ്തത് മുതൽ ഇത് UDFൻ്റെ നേതൃത്വമാണിത്. എല്ലാം ഓരോ മണിക്കൂറിനും എണ്ണമിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് വളരെ എഫക്റ്റീവാണ്. വേറെ ഒന്നും ഇവിടെ ഇല്ല. വേറെ ഒന്നുമില്ല ഇവിടെ. ഇഷ്ടംപോലെ പടിയെടുക്കാണ്ട് പാഞ്ഞിട്ടാണ് എത്തുന്നത് ഇവരുടെ കൂടെ. അവസാനമായിട്ട് ഇനി താങ്കളുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടത്, സാധാരണ എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ എന്നെ വിജയിപ്പിക്കണം എന്നാണ്. താങ്കൾ പറയുന്നത് റെക്കോർഡ് ഭൂരിപക്ഷം തരണം എന്നാണ്. വിജയം ഉറപ്പിച്ചോ? എങ്ങനെ? എന്നെ ഇങ്ങോട്ട് ലാൻഡ് ചെയ്ത് തന്നെ വിജയിച്ച കാൻഡിഡേറ്റ് ആയിട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത്. കാരണം ഇവർക്ക് അത്രമേൽ
ഇതിൽ പാരമ്പര്യമുണ്ട്. ഈ UDF പൊളിറ്റിക്സിൻ്റെ ഈ തിരുരങ്ങാടി മണ്ണ് എന്ന് പറയുന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുമ്പേ പ്രതലം പരുവമാക്കിയ മണ്ണാണ്. ആ മണ്ണിൽ വിജയിയായി തന്നെയാണ് ഇവിടുന്ന് പോവുക. അതിൽ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാവും. അപ്പോൾ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. യെസ്, PMA സമീറാണ് ലീഗിൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ചുള്ള മനുഷ്യനാണ്. അദ്ദേഹം തിരൂരങ്ങാടിയിലും ആ പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.